വിൽ സ്മിത്തിന്റെ ജെമിനി മാനിലെ അതിന് ക്ലോണ് മൊത്തം ഉണ്ടാക്കി അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിനെക്കാട്ട് ദൂരന്ത സിനിമകൾ സന്തോഷപ്പെടുന്ന ഇഷ്ടം പോലെ കൃഷ്ണൻ രാധയും ഇതൊക്കെ സീറ്റൊക്കെ വലിച്ച് കീറിയാണ് കൈരളി തിയേറ്ററൊക്കെ പോയി അലമ്പ് കാണിച്ചത്. ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിജയുടെ സിനിമകളിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ബീസ്റ്റ്, പുലി 2 സിനിമകളിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഇത് യൂട്യൂബർ എന്നുണ്ടെങ്കിലേ എൻ്റെ നമ്പർ വല്ല കൂടെ അവൻ എന്നെ വിളിക്കിട്ട് അവനെ വിജയുടെ മോൻ കാണുമ്പോൾ അവന് ഇത്ര മൂത്രം അവൻ്റെ മൂത്രത്തിൻ്റെ അസുഖം കാണും. ഈ ഞാനിപ്പോൾ കൂടുതൽ പറയാനില്ല. പ്രാന്തിൻ്റെ എന്തെങ്കിലും അസുഖമാണ്, ഊളംപാറയെ കൊണ്ടിടാൻ പറ. വെറുപ്പിച്ച് കൊന്നളഞ്ഞ ചേട്ടാ, അത്രേ പറയാനുള്ളൂ. വിൽ സ്മിത്തിന്റെ ജെമിനി മാനിലെ അതിന് ക്ലോണ് മൊത്തം ഉണ്ടാക്കി അകത്ത് കയറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ഞാൻ ഒരു ഷോയിൽ കയറിയതാണ്. അത് പടം കൊള്ളാം. ഞാൻ പറഞ്ഞില്ല വിജയ് ഫാൻസാണ്. ഡബിൾ റോളാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ വില്ലനായിട്ട് വരുമ്പം നമുക്കറിയാമല്ലോ, സസ്പെൻസാണ്. ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ 2ാമത് ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്, 4:30 എടുത്തിട്ടുണ്ട്. അല്ല, ഇത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് മനസ്സിലാവില്ല. അതിപ്പോൾ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ ഒരു കറക്റ്റായിട്ട് മനസ്സിലാവണം. പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴാണ് സസ്പെൻസ് ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ വില്ലൻ ആണെന്നുള്ളത് നമുക്കറിയില്ല. അതാണ് മെയിനായിട്ടുള്ള റോള്. അത് നമുക്കറിയില്ല. ആ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. അതാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ട് പിന്നെ 2ാമത് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ വിജയുടെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് അത് കാണണം എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞില്ലേ, അയ്യോ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, പല രീതിയിലുള്ള പല ഇതുമുണ്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അത് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കെന്തായാലും ഞാൻ കണ്ടിട്ട് എനിക്കങ്ങനെ പടം വെറും മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വിജയ് ഫാൻസായാലും എത്ര പടങ്ങളുണ്ട്. ഇപ്പം ബീസ്റ്റ് എന്നുള്ള പടമല്ലേ, അത് ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞ മോശമെന്നേ പറഞ്ഞുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ബീസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ വെറും മോശമായിരുന്നു. പക്ഷേ അത് എടുത്തത് ഏകദേശം പകുതിയോളം എടുത്തിട്ട് ശരിയായില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങിയ ഗോട്ട് എന്ന സിനിമ എന്ന് പറയുന്നത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് കണ്ടതിൽ പുലി, ബീസ്റ്റ് ഈ 2 പടവും ഞാൻ വിജയ് ഫാൻസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 പടമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പടമാണ്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഒരു വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പടം എന്ന് പറഞ്ഞാൽ എടുത്തതിൽ വെച്ച് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് ഏകദേശം പടം തീരും വരെ ഒരു ക്ലൈമാക്സ് വരെ പടത്തിന് ഒരു കുഴപ്പമില്ല. കോമഡിയുണ്ട്. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പാട്ട്, മ്യൂസിക്, അതെല്ലാം ഒരു കുഴപ്പമില്ല. ഒരു പടത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. വില്ലനായിട്ട് വേറൊരു ആൾ വരുന്നുണ്ട്, ആ പുള്ളിക്കാരൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പടം കണ്ടത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണാം. ഞാൻ 9 മണിക്കാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. 9 മണിക്ക് കണ്ടിട്ട് ഞാൻ പോയിട്ട് പിന്നെ 4:30 അടുത്ത ടിക്കറ്റ് എടുത്തതാണ്. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, പടത്തിന് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ഞാൻ ഒരു വിജയ് ഫാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തെറ്റായിട്ട് തോന്നിയിട്ടെന്ന് പറഞ്ഞാൽ വിജയുടെ 2 പടം എന്ന് പറഞ്ഞാൽ ഒന്ന് പുലി, ഒന്ന് ബീസ്റ്റ്, ഈ 2 പടത്തിന് മാത്രമേ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. പക്ഷേ ഈ ഗോട്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കോമഡി ഫാമിലിയാണ്, ആക്ഷനുണ്ട്, പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. വേറെ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. വൈറലാവേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടല്ലോ. ഇപ്പം ഇതിനെക്കാട്ടിയും നല്ല രീതിയിലുള്ള ദുരന്ത സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അറിയാമല്ലോ. ഇതിനെക്കാട്ട് അലമ്പ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷ് പാട്ട് സിനിമകൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കാട്ടി ഈ സിനിമ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മൂത്രമൊഴിച്ച് പോകുന്നതൊക്കെ പറയുമ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാനിപ്പോൾ കൂടുതൽ പറയാനില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് മനസ്സിലായി. ഇതിനെക്കാട്ട് ദൂരന്ത സിനിമകൾ സന്തോഷ് പാട്ടിൻ്റെ ഇഷ്ടം പോലെ കൃഷ്ണൻ രാധയും ഇതൊക്കെ സീറ്റൊക്കെ വലിച്ച് കീറിയാണ് കൈരളി തിയേറ്ററൊക്കെ പോയി അലമ്പ് കാണിച്ചത്. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കോമഡിയുണ്ട്, ഒരു ഫാമിലി പടമാണ്. ഇതൊക്കെ കണ്ടിട്ട് മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പം ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കും. ആ സിനിമ കണ്ടു നോക്കണം. ഒരു കുഴപ്പമില്ല, പടത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിജയുടെ സിനിമകളിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ബീസ്റ്റ്, പുലി 2 സിനിമകളിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ ആ സിനിമ മോശമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടാ മനപ്പുറം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കൂ. എന്ത് ചേട്ടാ മൂത്രമൊഴിച്ചെന്ന് പറയണം? ഈ സിനിമ എന്ത് കണ്ട് മൂത്രമൊഴിച്ചെന്ന് പറയണത്? എന്ത് കണ്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ കാണുമ്പോൾ അറിയാം എന്താ കണ്ട് മൂത്രമൊഴിച്ചെന്ന് എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. കോമഡിക്ക് വിജയ് അനുസരിച്ച് കോമഡി പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ടാണ്, ആക്ഷനുണ്ട്, വിജയുടെ ആക്ഷനുണ്ട്, ക്ലൈമാക്സും എല്ലാം ഒരു കുഴപ്പമില്ലാത്ത ഞാൻ നോക്കി കണ്ടത്. എൻ്റെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ല. ഇപ്പം മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അത് എറണാകുളത്താണോ?
എറണാകുളത്ത് ഒരാൾ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് ചേട്ടാ ഫസ്റ്റ് തൊട്ട് ഹാഫ് വരെ പടത്തിന് ഒരു കുഴപ്പമില്ല, അതിന് ശേഷവും കുഴപ്പമില്ല. ഇത് സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. പിന്നെ ഒന്നാമത്തെ ആക്ഷനുണ്ട്, നല്ല പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. മനസ്സിലായി? വിജയ് പാടിയതും എല്ലാത്തിനും ഇവിടെ കൈയടിയും ബഹളമായിരുന്നു ഈ തിയേറ്ററിൽ തന്നെ. ഞാൻ ഇറങ്ങി രണ്ടാമത്തെ ഷോയാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത് പോയി കാണുന്നതാണ്. പിന്നെ മൂത്രമൊഴിച്ചെന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും അസുഖം കാണും, വില കാറില്ല, അവന് മൂത്രത്തിൻ്റെ അസുഖം കാണും, അല്ലെങ്കിൽ വേറൊന്നുമില്ല. ആ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ആശുപത്രിയിലും കാണിക്കാൻ പറ. ചേട്ടാ ഇത് യൂട്യൂബർ എന്നുണ്ടെങ്കിലേ എൻ്റെ നമ്പർ വല്ല കൂടെ അവൻ എന്നെ വിളിക്കിട്ട് അവനെ വിജയുടെ മോൻ കാണുമ്പോൾ അവന് ഇത്ര മൂത്രം ഇതിപ്പോൾ സംഭവം വരുന്നതായിരുന്നല്ലോ. എൻ്റെ പ്രാന്തിൻ്റെ എന്തെങ്കിലും അസുഖം ഊളം പറയെ കൊണ്ടിടാൻ പറ. അത്ര എനിക്ക് പറയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല കേട്ടോ.